ചായ വെച്ചോടി, മണി 4 എന്തെങ്കിലും കഴിക്കാനൂടെ ഉണ്ടോ? എന്നാ പിന്നെ ഞാനേ ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കി തരാം, അത് മതിയോ? ബ്രെഡ് ഓംപ്ലേറ്റ് ചായ കൊടുത്തില്ല, അതെങ്ങനെ കഴിക്കും? ഈ ഒരു കാര്യം എനിക്ക് ബ്രെഡ് ചിക്കി തരാൻ പറ്റും. എന്നാ പിന്നെ ബ്രെഡ് ചിക്കി തരാം, അങ്ങനെ ആവട്ടെ. 4 മണിക്കുള്ള ചായയും ബ്രെഡും സൂപ്പർ ആയിക്കോട്ടെ. ഓക്കെ, വാ. ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടാം. കടുക് ഇട്ടിട്ടുണ്ട്. ഇനി ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില മൂത്ത് വന്നു. അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന സവാള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ നമ്മളിതിൽ തക്കാളി കൂടെ ചേർക്കണമായിരുന്നു. അപ്പോൾ ഞാൻ തക്കാളി കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെയാണ് നമ്മൾ മസാലകൾ ചേർക്കേണ്ട. കുരുമുളക്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയും നമ്മൾ ചേർത്തതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി. മുളക് പൊടി ഇടുമ്പോൾ കാശ്മീരി ചില്ലി ഇടണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പച്ചമുളകും കുരുമുളകും എല്ലാം കൂടെ കൊണ്ട് കണക്കിലധികം എരിവായി പോകും. അപ്പം നമുക്കിത് പച്ചമണം മാറി വരുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മസാലകളെല്ലാം ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 2 മുട്ട പൊട്ടിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ മസാല എല്ലാം റെഡിയായി. മുട്ടയും ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എങ്കിൽ ഇതൊന്നും ക്രീമിയായി കിട്ടുള്ളൂ. ഇനിയാണ് നമ്മുടെ മെയിൻ താരം വരുന്നത്. ബ്രെഡ്. ഞാൻ കുറച്ച് ബ്രെഡുകൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രെഡ് ഇവിടെ ഇട്ട് നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് ചിക്കിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലവണ്ണം ബ്രെഡ് ചിക്കിയതായിട്ടുണ്ട്. നമുക്കിനി ഇത് വാങ്ങി വെച്ചിട്ട് ചായക്ക് വെള്ളം വെച്ച് കട്ടൻ ചായയും ബ്രെഡുമായിട്ട് കഴിച്ചു നോക്കാം. ഓക്കെ, സൂപ്പർ. അപ്പോൾ നമ്മുടെ ഈ ബ്രെഡിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. കാരണം 4 മണിക്ക് നമ്മുടെ മക്കളെല്ലാം സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ്, പോരാത്തതിന് നല്ല ഹെൽത്തിയാണ്. എല്ലാം നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും. അപ്പം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ